ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് നമുക്ക് തന്നിരിക്കുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 4, ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ ഇക്കോണമി. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്മുടെ സ്കീം ഓഫ് വർക്കിനകത്ത് ഈ ചാപ്റ്ററും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ചാപ്റ്റർ പഠിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് എക്കണോമിക്സിലെ ഒരു ചാപ്റ്ററാണ് അല്ലേ. ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ ഇക്കോണമി. നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് എക്കണോമിക്സിൻ്റെ ബേസിക്കായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കണ്ടൻറ്റുകളാണ്. അതായത് ഇതിൻ്റെ ബേസാണ്. ഇതിൽ നിന്നാണ് നിങ്ങൾ 9th-ലും 10th-ലും ഹയർ സ്റ്റഡീസിലും നിങ്ങൾ ഇക്കണോമിക്സ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കണം. അപ്പം നമുക്കറിയാം, ഒരു ഇക്കോണമി അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ, സെക്കൻഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ, തേർഡ് വൺ കൺസംഷൻ. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും ചേർന്നതാണ് ഒരു ഇക്കോണമി. ഇത് മൂന്നും കറക്റ്റായിട്ട് നടക്കുമ്പോഴാണ് ഒരു ഇക്കോണമി ഡെവലപ്മെൻറ്റിലേക്ക് പോവുക. അപ്പോൾ ഡെവലപ്മെൻ്റ് ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും എയിം. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെൻറ്റ്. നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യണം. അതിന് 3 കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ, സെക്കൻഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ, തേർഡ് വൺ കൺസംഷൻ. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുക, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷനിലൂടെ വരുന്ന സാധനങ്ങൾ ആളുകൾ കൺസ്യൂം ചെയ്യുക. ഈ 3 പ്രോസസ്സും കറക്റ്റായിട്ട് നടക്കുമ്പോൾ ഒരു ഇക്കോണമി ഡെവലപ്മെൻറ്റിൽ നിന്നും ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നു. നമുക്കറിയാം, ഡെവലപ്ഡ് ഇക്കോണമീസ് നമുക്കൊന്ന് പരിശോധിച്ചാൽ അമേരിക്ക, യൂറോപ്യൻ നേഷൻസ്, ജപ്പാൻ, അങ്ങനെയുള്ള ഏത് രാജ്യങ്ങൾ നമ്മൾ നോക്കിയാലും അവിടെ ഇത് 3ഉം ഏറ്റവും കറക്റ്റായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നത് ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ ഇക്കോണമി. അപ്പോൾ ഒന്നാമത് നമ്മൾ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് പഠിക്കുന്നു. രണ്ടാമത് നമ്മൾ ഓരോ ഇക്കോണമിയെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്റർ തുടങ്ങാം. വാട്ട് ആർ ദ എസെൻഷ്യൽ നീഡ്സ് ഫോർ ദ സർവൈവൽ ഓഫ് അവർ ലൈഫ്? നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ അല്ലേ. നമ്മുടെ ആവശ്യങ്ങളാണ് നീഡ്സ്. ദർ ആർ പ്ലെൻറ്റി ഓഫ് നീഡ്സ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര എണ്ണം എഴുതും? ആ നോട്ട് ബുക്കിൻ്റെ ലാസ്റ്റ് പേജ് വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്താണ്? ആദ്യം നിങ്ങൾ എഴുതുന്ന നീഡ്സൊക്കെ വളരെ എസെൻഷ്യൽ ആയിരിക്കും, ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും നിങ്ങൾ എഴുതുന്ന നീഡ്സ്. അതായത് നിങ്ങൾക്ക് ഫുഡ് വേണം, നിങ്ങൾക്ക് ക്ലോത്ത് വേണം, നിങ്ങൾക്ക് ഷെൽട്ടർ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ആദ്യം എഴുതുക. എന്നാൽ പിന്നീട് ഇനിയും എഴുതിക്കോ, ടീച്ചർ പറയുകയാണ് ഓക്കെ യു ക്യാൻ കണ്ടിന്യൂ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? പിന്നെ നിങ്ങൾ എഴുതുന്നതൊക്കെ കുറച്ചുകൂടി ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് അത്ര എസെൻഷ്യൽ അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതാൻ തുടങ്ങും. അങ്ങനെ എഴുതി നിങ്ങൾക്ക് തൗസൻഡ്സ് ഓഫ് നീഡ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ധാരാളം നീഡ്സ് ഉണ്ട് അല്ലേ. ഈ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്താണ്? ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ നീഡ്സ് അതിനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളൊരു ഗവൺമെൻറ് നല്ല ഗവൺമെൻറ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അവിടെയുള്ള ജനങ്ങളുടെ നീഡ്സ് എത്രമാത്രം ആ ഗവൺമെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം നമ്മൾ പറയും ഇറ്റ്സ് എ ഗുഡ് ഗവൺമെൻറ്, നല്ല ഗവൺമെൻറ് ആണെന്ന് നമ്മൾ പറയും. നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കുറയും തോറും നമ്മൾ എന്ത് പറയും? ഗവൺമെൻറ് അത്ര പോരാ, ഗവൺമെൻറ് മോശമാണ്, ഈ ഗവൺമെൻറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്ന് ജനങ്ങൾ ചിന്തിക്കും. അപ്പം നമ്മൾ ഈ നീഡ്സിനെ തന്നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ബേസിക് നീഡ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഗ്രാറ്റിഫൈങ് നീഡ്സ്. ബേസിക് നീഡ്സ് ആൻഡ് ഗ്രാറ്റിഫൈങ് നീഡ്സ് ആർ ദ 2 type ഓഫ് നീഡ്സ്. എന്താണ് ബേസിക് നീഡ്സ്?
What are the essential needs or basic needs? Basic needs means they are essential for the survival of our life. ഓക്കെ, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ, നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. അതില്ലാതെ പറ്റില്ല. നോ അതർ ഓപ്ഷൻ, നോ അതർ ഓപ്ഷൻ. These needs, these essential needs, they are very important and they are essential for the survival of our life. Food, clothing, shelter. These are the basic needs. ഓക്കെ, ഫുഡും ക്ലോത്തിങ്ങും ഷെൽട്ടറും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്റുകളെ ആദ്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഈ 3 നീഡ്സാണ്, ഈ ബേസിക് നീഡ്സാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ജനങ്ങൾക്ക് ഫുഡ് കിട്ടുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ റേഷൻ ഷോപ്സും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളിലൂടെ എല്ലാം നിങ്ങൾക്ക് ന്യൂൺ മീൽ വരെ കിട്ടുന്നത് എന്തിൻ്റെ ഭാഗമാണ്? ഈ ഫുഡെന്ന് പറയുന്ന ബേസിക് നീഡിനെ അവർ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ചെയ്യുന്ന ശ്രമങ്ങളാണ്. അപ്പം അംഗനവാടികളിലും സ്കൂളുകളിലുമൊക്കെ ന്യൂൺ മീൽ തരുന്നു. അതുപോലെ തന്നെ സാധാരണ ആളുകൾക്ക് റേഷൻ ഷോപ്പിലൂടെ റെഡ്യൂസ്ഡ് പ്രൈസിൽ ഫുഡ് ഐറ്റംസ് അവർ കൊടുക്കുന്നു. ഇതെല്ലാം ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. രണ്ടാമത് ക്ലോത്തിങ്. അതുകൊണ്ടാണ് ക്ലോത്ത്, ടെക്സ്റ്റൈൽ രംഗത്തുള്ള ടാക്സ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. സാധാരണ തുണികൾക്ക്, ഞാൻ പറയുന്നത് സിൽക്ക് പോലെയുള്ള പ്രീമിയമായിട്ടുള്ള തുണികളുടെ കാര്യം മാറ്റി വെച്ചാൽ സാധാരണ കോമൺ ആയിട്ടുള്ള തുണികൾക്കൊക്കെ വളരെ ടാക്സിൽ വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? ക്ലോത്തിങ് എന്ന് പറയുന്ന ഒരു ബേസിക് നീഡാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തേത് ഷെൽട്ടർ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ ധാരാളം പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും എന്തിൻ്റെ പേരിലാണ് നടക്കുക? ആളുകൾക്ക് വീട് പണിത് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, അപ്പോൾ ലൈഫ് മിഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ്, ഒരു പ്രോജക്റ്റാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് ഷെൽട്ടർ, അവർക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ് ആ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ബേസിക് നീഡ്സാണ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. ഇനി നമുക്ക് രണ്ടാമത്തെ നീഡിലേക്ക് പോകാം, ഗ്രാറ്റിഫൈങ് നീഡ്സ്. വാട്ട് ആർ ഗ്രാറ്റിഫൈങ് നീഡ്സ്? ദീസ് നീഡ്സ് ദാറ്റ് മേക്ക് അവർ ലൈഫ് മോർ കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി. നമ്മുടെ ലൈഫിനെ കൂടുതൽ കംഫർട്ടബിളും കൂടുതൽ ഹാപ്പിയുമാക്കാൻ വേണ്ടി നമുക്കുള്ള നീഡ്സാണ് ദിസ് ഗ്രാറ്റിഫൈങ് നീഡ്സ്. എക്സാമ്പിൾ, യൂസ് ഓഫ് ലക്ഷറി കാർസ്, എക്സ്പെൻസീവ് ജുവലറി, കോസ്റ്റ്ലി ഡ്രസ്സസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആകും, കൂടുതൽ ഹാപ്പി ആകും. ലക്ഷറി കാറുകളെ, നമുക്കൊരു കാർ മേടിക്കുക എന്ന് പറയുന്നത് കുഴപ്പമില്ല, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ലക്ഷറി കാറുകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ദീർഘയാത്രകളൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ ടയേർഡ് ആകാതെ, ക്ഷീണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കൂടുതൽ കംഫർട്ടബിൾ ആക്കുന്ന, നമ്മളെ കൂടുതൽ ഹാപ്പി ആക്കുന്ന നമ്മുടെ നീഡുകളെയാണ് എന്ത് പേര് പറയുക? ഗ്രാറ്റിഫൈങ് നീഡ്സ്. എക്സ്പെൻസീവ് ജുവലറി, നമുക്ക് അത്യാവശ്യമൊന്നുമില്ല, പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഹാപ്പി ആകും അല്ലേ. അതുപോലെ തന്നെ കോസ്റ്റ്ലി ഡ്രസ്സസ്, നമുക്ക് ഡ്രസ്സ് മതി, പക്ഷേ കോസ്റ്റ്ലി ഡ്രസ്സസ് ഉണ്ടെങ്കിലോ നമ്മൾ കൂടുതൽ ഹാപ്പി ആകും, നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആകും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയുള്ള നീഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രാറ്റിഫൈങ് നീഡ്സ്. സോ നീഡ്സ് ആർ 2 ടൈപ്പ്, ബേസിക് നീഡ്സ് ആൻഡ് ഗ്രാറ്റിഫൈങ് നീഡ്സ്. എക്സാമ്പിൾ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നീഡ്സ്? ഈ നീഡ്സ് എന്ന് പറയുന്നതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? എന്താണ് ഒരു നീഡിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? What are the features of needs? First one, human needs are diverse and innumerable. നമ്മുടെ നീഡുകളെന്ന് പറയുന്നത് ഡൈവേഴ്സ് ആണ്, അതുപോലെ തന്നെ ഇന്യൂമറബിൾ ആണ്. ഇന്യൂമറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് ഇത്ര നീഡെന്ന് നമുക്കൊരു കറക്റ്റ് നമ്പർ പറയാൻ പറ്റുകയില്ല. കറക്റ്റ് നമ്പർ പറഞ്ഞാൽ അത് തെറ്റിപ്പോകും, കാരണം അയാൾക്ക് വീണ്ടും ഒരു നീഡ് കൂടി ഉണ്ടാവും. ഓക്കെ, ശ്രീബുധൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നീഡിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് ഡൈവേഴ്സാണ്, അതുപോലെ തന്നെ ഇൻന്യൂമറബിൾ ആണ്. ഒരു ന്യൂമറിക്കൽ നമ്പറിലേക്ക് അതിനെ നമുക്ക് ഒതുക്കാൻ പറ്റുകയില്ല, ഇൻന്യൂമറബിൾ. ഓക്കെ, ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നീഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ രണ്ടാമത് പറയുന്ന നീഡ് അല്ലേ. ആദ്യം നമ്മൾ പറയും എനിക്കൊരു ഉടുപ്പ് വേണമെന്ന് പറയുന്ന ആൾ തന്നെ അടുത്ത വാക്കിൽ എന്ത് പറയും? എനിക്കൊരു കാർ വേണമെന്ന് പറയും. അപ്പോൾ ഈ ഉടുപ്പും കാറും തമ്മിൽ എന്താ ബന്ധം? ഒന്നുമില്ല അല്ലേ.
ഉടുപ്പ് കഴിഞ്ഞ ഉടനെ എനിക്ക് സോക്സ് വേണമെന്നാണോ പറയുക? അല്ല, അയാൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരെണ്ണമായിരിക്കും പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നീഡിൻ്റെ ആദ്യത്തെ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് ഡൈവേഴ്സ് ആൻഡ് ഇൻന്യൂമറബിൾ. രണ്ടാമത്തേത് സം നീഡ്സ് ക്യാൻ ബി മെറ്റ് എലോൺ ആൻഡ് ത്രൂ കളക്റ്റീവ് എഫേർട്സ്. ചില നീഡ്സ് നമുക്ക് തനിച്ച് ഒരു ഇൻഡിവിജ്വലിനെ അയാൾക്ക് തനിച്ച് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുകയില്ല. പകരം ഒരു കളക്റ്റീവ് എഫേർട്സ് ഉണ്ടാകണം. അങ്ങനെയുള്ളൊരു നീഡിൻ്റെ പേര് പറഞ്ഞേ. ഇപ്പം നമുക്ക് അറിയാം, മിക്കവാറും എല്ലാ നീഡ്സും തന്നെ കളക്റ്റീവ് എഫേർട്ട്. ഇപ്പം നമ്മുടെ നാടിനെ നമുക്ക് ക്ലീൻ ചെയ്യണം, നമ്മുടെ ഒരു നീഡാണ്. നമുക്ക് പല രോഗങ്ങളും എപ്പിഡമിക്സ് ഒക്കെ ഉണ്ടാകുന്നു, പല രോഗങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ നാടിനെ നമുക്കൊന്ന് അതിൻ്റെ ക്ലെൻലിനെസ്, അതിനെ ക്ലീൻ ആക്കണം. ഒരു വ്യക്തിയെ കൊണ്ട് ഒരു നാട് ക്ലീൻ ആക്കാൻ പറ്റുമോ? നമുക്കാകെ സാധിക്കുന്നത് എന്താണ്? നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമുക്ക് വൃത്തിയാക്കാം. പക്ഷേ ഈ നാട്, നമ്മുടെ സ്റ്റേറ്റ് അല്ലെ നമ്മുടെ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ പഞ്ചായത്ത് ക്ലീൻ ആകണമെങ്കിൽ ഒരു വ്യക്തി ശ്രമിച്ചിട്ട് കാര്യമില്ല. അതൊരു കളക്റ്റീവ് എഫേർട്ട് അവിടെ ഉണ്ടാകണം. സോ സം നീഡ്സ് ക്യാൻ ബി മെറ്റ് എലോൺ ആൻഡ് സം അതേഴ്സ് ത്രൂ കളക്റ്റീവ് എഫേർട്സ്. സം നീഡ്സ് നമുക്ക് തന്നെത്താനെ ചെയ്യാം, പക്ഷേ മറ്റു ചില നീഡ്സ് കളക്റ്റീവ് എഫേർട്ട് ആവശ്യമുണ്ട്. എ നീഡ് വൺ ഫുൾഫിൽ മേ ബി റിപ്പീറ്റഡ്. ഒരു പ്രാവശ്യം ഫുൾഫില്ലായ ഒരു നീഡ് പിന്നീട് ഒരിക്കലും തിരിച്ചു വരുകയില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇറ്റ് മേ ബി റിപ്പീറ്റഡ്, അത് റിപ്പീറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഫുഡ്. നമുക്ക് ഒരു ഫുഡ് കഴിക്കണമെന്ന് തോന്നി, നമുക്ക് ദോശ കഴിക്കണമെന്ന് തോന്നി, നമ്മൾ ദോശ കഴിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കും ഇനി ദോശ വേണോ? നമ്മൾ പറയും നോ, മതി. പക്ഷേ ആ നീഡ് വീണ്ടും ഉണ്ടാകും. നാളെ നമുക്ക് വീണ്ടും തോന്നാം ഇന്നും ദോശ തിന്നണമെന്ന്. ഓക്കെ, സോ എ നീഡ് ക്യാൻ ഫുൾഫിൽ മേ ബി റിപ്പീറ്റഡ്. ഒരിക്കൽ ഫുൾഫില്ലായ നീഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടാം. നീഡ്സ് വേരി വിത്ത് ടൈം, പ്ലേസ് ആൻഡ് ഇൻഡിവിജ്വൽ. നീഡ്സ് ടൈം അനുസരിച്ച്, പ്ലേസ് അനുസരിച്ച്, ഇൻഡിവിജ്വൽസിൻ്റെ ആ മൂഡ് അനുസരിച്ച് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ടൈം അനുസരിച്ച് വേരി ചെയ്യും. ഇപ്പം നമ്മൾ ചോദിക്കുന്നു നിനക്ക് എന്തെങ്കിലും ഫുഡ് ആവശ്യമുണ്ടോ? നമ്മൾ പറയുന്നു നോ, എനിക്ക് ഫുഡ് വേണ്ട. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? യെസ്, ഐ വാണ്ട് ഫുഡ്, എനിക്ക് ഫുഡ് വേണമെന്ന് പറയും. കാരണം എന്താ? അപ്പോഴായിരിക്കും നമുക്ക് വിശന്നത്. ഓക്കെ, പ്ലേസ് അനുസരിച്ചും മാറും. നമ്മൾ ഒരു ഹോട്ട് ഏരിയയിൽ നിൽക്കുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് നിനക്ക് കമ്പിളി പുതപ്പ് വേണോ? നമ്മൾ എന്ത് പറയും? നോ, കമ്പിളി പുതപ്പ് വേണ്ട. പക്ഷേ നമ്മളൊരു കോൾഡ് പ്ലേസിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു കമ്പിളിയുടെ ഊടിൻ്റെ ഒരു ജാക്കറ്റ് എനിക്ക് വേണമെന്ന് പറയും. അതെന്തുകൊണ്ടാണ്? പ്ലേസ് അനുസരിച്ച് നമ്മുടെ നീഡ്സ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ മൂഡ് അനുസരിച്ച്, അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച്, അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ നീഡ്സ് മാറിക്കൊണ്ടിരിക്കും. ഒരു ആൾക്ക് വരുമാനം കുറവിരിക്കുമ്പോൾ അവർക്കൊരു കാറ് വേണമെന്നുള്ളത് അവരുടെ ഒരു നീഡല്ല. പക്ഷേ അവർക്ക് വരുമാനം കയ്യിൽ വന്നു കഴിയുമ്പോൾ അവരെന്ത് വിചാരിക്കും? ഒരു കാറ് വാങ്ങാം. അപ്പോൾ അവരുടെ നീഡ് മാറി. ഓക്കെ, അപ്പോൾ നീഡ്സ് വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെ അനുസരിച്ച്? ടൈം, പ്ലേസ് ആൻഡ് ഇൻഡിവിജ്വൽ. ഓക്കെ, നെക്സ്റ്റ്, വിത്ത് ഹ്യൂമൻ പ്രോഗ്രസ് നീഡ്സ് ഓൾസോ ചേഞ്ച്. പ്രോഗ്രസ് ആണെന്നനുസരിച്ച് നീഡ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഹ്യൂമൻസിൻ്റെ അവരുടെ ഏണിങ്, അവരുടെ സാലറി അല്ലെങ്കിൽ അവരുടെ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച്, അവർ പ്രോഗ്രസ് ആകുന്നതനുസരിച്ച് അവരുടെ നീഡും ചേഞ്ച് ചെയ്യും. അതായത് ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നു, ചെറിയ വരുമാനം. വലിയ വരുമാനം ഉണ്ടായി, അയാൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജോലി കിട്ടി, അയാൾ എന്ത് തീരുമാനിക്കും? ഈ വീട് പൊളിച്ചിട്ട് ഒരു വലിയ വീട് വെക്കാമെന്ന് തീരുമാനിക്കും. ഈ ചെറിയ കാറ് വിറ്റിട്ട് ഒരു വലിയ കാറ് മേടിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കുന്നത്? ഹ്യൂമൻ പ്രോഗ്രസ്സിനനുസരിച്ച് അയാളുടെ നീഡും ചേഞ്ച് ആവും. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നീഡ്സ്. സോ ഹ്യൂമൻ നീഡ്സ് ആർ ഡൈവേഴ്സ് ആൻഡ് ഇൻന്യൂമറബിൾ. ഫസ്റ്റ്. സെക്കൻഡ്, നീഡ്സ് ക്യാൻ ബി മെറ്റ് എലോൺ and some other needs can met collective effort. Third one, a need once fulfilled may be repeated. A need once fulfilled may be repeated. Needs vary with the time, place and individuals. With the human progress, needs also change. Okay, these are the characteristics of needs. Next, suppose your school desired to produce vegetables needed for school noon meal scheme. What are the decisions to be taken regarding vegetable farming? അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ, നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നിരിക്കുന്നതാണ്. നമ്മളോട് പറയുകയാണ് നമ്മൾ ബേസിക് ഇക്കണോമിക് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അതിനെ നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നു. നിങ്ങളുടെ സ്കൂളിലെ നോൺ മീൽ ആ ഒരു ആവശ്യത്തിലേക്ക് വേണ്ടി, ആ സ്കീമിന് വേണ്ടി
സ്കൂളിൽ തന്നെ കുറച്ച് വെജിറ്റബിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നു. ഓക്കെ, നമ്മുടെ സ്കൂളിലെ ഏത് ക്ലബ്ബായിരിക്കും അത് ചെയ്യുക? യങ് ഫാർമേഴ്സ് ക്ലബ്ബ് അല്ലേ? നമ്മുടെ സ്കൂളിലുള്ള യങ് ഫാർമേഴ്സ് ക്ലബ്ബിലെ അംഗങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നു, നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്? വാട്ട് ആർ ദ വെറൈറ്റീസ് ടു ബി പ്രൊഡ്യൂസ്? ഏതൊക്കെ വെറൈറ്റി നമുക്ക് കാണാം? നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മുടെ സ്കൂളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെറൈറ്റി സെലക്ട് ചെയ്യുന്നു. വാട്ട് ആർ ദ വെറൈറ്റീസ്? രണ്ടാമത്തെ, ഹൗ ദീസ് വെജിറ്റബിൾസ് ആർ ടു ബി പ്രൊഡ്യൂസ്? ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം? ഗ്രോ ബാഗിൽ വേണോ, നിലത്ത് വെക്കണോ, അല്ലേ? അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം? അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായി? ഹൗ മച്ച് ടു ബി പ്രൊഡ്യൂസ്? എത്ര ഗ്രോ ബാഗുകൾ ഓരോന്നിനും വേണം? 10 എണ്ണം വീതം, 100 എണ്ണം വീതം, 50 എണ്ണം വീതം. ഹൗ മച്ച്? അത് നമ്മൾ അടുത്തായിട്ട് തീരുമാനിക്കും. അടുത്തത്, ഹൗ മച്ച് ഏരിയ ടു ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ്? എത്ര ഏരിയ, സ്കൂളിൻ്റെ എത്ര ഏരിയ എടുക്കണം? 1 സെൻറ്റ്, 2 സെൻറ്റ്, 5 സെൻറ്റ്, 10 സെൻറ്റ്? ഇനിയും നമ്മുടെ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ നെല്ലൊക്കെ കൃഷി ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഏക്കറുകൾ നമുക്ക് കൃഷി ചെയ്യേണ്ടി വരും. അപ്പോൾ ഹൗ മച്ച് ഏരിയ? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആക്ടിവിറ്റിയിലേക്ക് പോവുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെടുത്ത ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ടു ബി പ്രൊഡ്യൂസ്. ഓക്കെ, ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കത്തില്ല, ഇതൊരു ആക്ടിവിറ്റിയാണ്. അടുത്ത മെയിൻ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ആർ ദ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്? എന്തൊക്കെയാണ് ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്? ദർ ആർ 3 ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom to produce. What to produce, how to produce, for whom to produce. These are the 3 main basic economic problems. ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നമ്മൾ പറയണം, വാട്ട് ആർ ദ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ whom to produce. ഓക്കെ, ഇനി നമുക്കിതിൽ 2 എണ്ണം ഇന്ന് പഠിക്കണം. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്. എക്സ്പ്ലെയിൻ ദ ഫസ്റ്റ് ബേസിക് ഇക്കണോമിക് പ്രോബ്ലം, വാട്ട് ടു പ്രൊഡ്യൂസ്. ഈ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ മീനിങ്? എക്സ്പ്ലെയിൻ. ഈച്ച് കൺട്രി ഹാസ് ടു പ്രയോറിറ്റൈസ് വാട്ട് ടു പ്രൊഡ്യൂസ് യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ്. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് എന്തൊക്കെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ഓരോ രാജ്യവും പ്രയോറിറ്റൈസ് ചെയ്യണം. എന്താണ് ഈ പ്രയോറിറ്റി? നമ്മൾ അതിനൊരു മുൻഗണന തീരുമാനിക്കണം. പ്രയോറിറ്റൈസ്. നമുക്കറിയാം, നീഡ്സ് എന്ന് പറയുന്നത് ഇൻന്യൂമറബിൾ ആണ്. ഇത് മുഴുവൻ കൂടി നമുക്ക് നമ്മുടെ രാജ്യത്ത് ഈ നീഡ്സ് മുഴുവൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ ആദ്യം തീരുമാനമെടുക്കണം. അതിനാണ് ഞാൻ എക്സാമ്പിൾ എഴുതിയത്. നമ്മുടെ സ്കൂളിൽ വെജിറ്റബിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ലോകത്തുള്ള 10,000 വെജിറ്റബിൾസ് നമ്മുടെ സ്കൂളിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം എന്താണ്? അതിനുള്ള റിസോഴ്സ് നമ്മുടെ സ്കൂളിലില്ല. എന്താണ് വെജിറ്റബിൾ കൃഷിക്ക് വേണ്ട റിസോഴ്സസ് എന്ന് പറയുന്നത്? അതിന് ഗ്രോ ബാഗ് വേണം, മണ്ണ് വേണം, വളം വേണം, വെള്ളം വേണം, അല്ലേ? നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറേ കൃഷി ചെയ്തിട്ട് കാര്യമില്ല. വെള്ളം ഒഴിക്കാനുള്ളത് നമ്മൾ നോക്കണം. അപ്പം വളം, വെള്ളം, മണ്ണ്, ഗ്രോ ബാഗ്, ഇങ്ങനെയുള്ള കുറേ റിസോഴ്സസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് തീരുമാനിക്കാൻ, എത്ര ഐറ്റം നമുക്ക് കൃഷി ചെയ്യാവുന്നത്. അല്ലാതെ ലോകത്തുള്ള 10,000 ലക്ഷക്കണക്കിന് വെജിറ്റബിൾസിനെ നമ്മുടെ സ്കൂളിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയില്ല. എന്ന് പറയുന്നത് പോലെ ഓരോ രാജ്യവും ആ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ പരിഗണിക്കണം. അത് നോക്കിയിട്ട് ഈച്ച് കൺട്രി ഹാസ് ടു പ്രയോറിറ്റൈസ് വാട്ട് ടു പ്രൊഡ്യൂസ് യൂസിങ് ദ അവൈലബിൾ റിസോഴ്സസ്. നമുക്കറിയാം, അമേരിക്കയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, പണം, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നീഷ്യൻസ്, ടെക്നോളജി ഒക്കെ വെച്ചാണ് ആ രാജ്യം എന്ത് തീരുമാനിക്കുന്നത്, എന്തെല്ലാം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആ രാജ്യം. അതേ പ്രൊഡക്ഷൻ ഇന്ത്യക്ക് നടത്താൻ പറ്റുമോ? നോ. കാരണം അമേരിക്കയ്ക്കുള്ള റിസോഴ്സസ് അല്ല ഇന്ത്യയുടെ റിസോഴ്സസ്. അമേരിക്കയ്ക്ക് ഉള്ള പണം അത്രയും ഇന്ത്യക്ക് ഇല്ലാത്തത് കൊണ്ട് അവരെ പോലെ തന്നെ നമ്മളത് കോപ്പി അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓരോ രാജ്യവും അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ മനസ്സിലാക്കിയിട്ട് അവരെ ആ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സാധനങ്ങൾക്ക് ഒരു പ്രയോറിറ്റൈസ് ചെയ്യുക, അതിനൊരു പ്രയോറിറ്റി നിശ്ചയിക്കുക. നമുക്ക് ഇന്നതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. അത് ഓരോ രാജ്യവും തീരുമാനിക്കണം. എന്താണ്, എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, വാട്ട് ടു പ്രൊഡ്യൂസ്. ഈച്ച് കൺട്രി ഹാസ് ടു ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ് അക്കോർഡിംഗ് ടു
the availability of resources. Second, the second question is how much to produce. ഓരോ നമ്മൾ പ്രൊഡക്ഷൻ തീരുമാനിച്ചു, ഇന്ന ഐറ്റങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമത് അവർ എന്ത് തീരുമാനിക്കണം? ഹൗ മച്ച്. ഓരോന്നും എത്ര എണ്ണം, എത്ര ക്വാണ്ടിറ്റി. ഓക്കെ, അതിൻ്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കുക. ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഇൻഡസ്ട്രീസ് ടു സ്റ്റാർട്ട് ആൻഡ് ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് ടു മാനുഫാക്ചർ. ഏതെല്ലാം ഇൻഡസ്ട്രീസ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് ടു മാനുഫാക്ചർ. എത്രമാത്രം ഗുഡ്സ്. നമുക്കറിയാം ഓരോ കമ്പനിയും ഓരോ ഫാക്ടറിയും അവർ ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു മാസം എത്ര ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കും, നേരത്തെ തീരുമാനിക്കും. ഓക്കെ, ആ തീരുമാനം നമ്മുടെ രാജ്യം എടുക്കണം. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ നീഡ്സിനെ നമ്മളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എത്രമാത്രം, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് എന്ന് തീരുമാനിക്കുന്നു. തേർഡ്, the question is what industries to start and how many units of goods to manufacture. The country should ensure a balance between the needs of the society and the quantity of products in the country. അപ്പോൾ ആളുകളുടെ നീഡ്സും ആ രാജ്യത്തിൻ്റെ പ്രോഡക്റ്റും തമ്മിൽ ഒരു ബാലൻസ് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതിന് തീരുമാനമെടുക്കാൻ. ഓക്കെ, ഒത്തിരി കുറഞ്ഞു പോകാനും പാടില്ല, ഒത്തിരി കൂടാനും പാടില്ല. ആളുകളുടെ നീഡ്സ് മനസ്സിലാക്കി അതിന് ഒരു ബാലൻസ് വരത്തക്ക രീതിയിൽ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതും രാജ്യം തീരുമാനിക്കണം. സോ ദ കൺട്രി ഷുഡ് എൻഷുവർ എ ബാലൻസ് ബിറ്റ്വീൻ ദ നീഡ്സ് ആൻഡ് ദ പ്രോഡക്ട്സ്. ഓക്കെ, പ്രോഡക്റ്റും നീഡും തമ്മിൽ ഒരു ബാലൻസ് വേണം. ഇതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, നമുക്ക് ബേസിക് ഇക്കണോമിക് പ്രോബ്ലത്തിൽ രണ്ടാമത്തതിലേക്ക് പോകാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹൗ ടു പ്രൊഡ്യൂസ്. ബേസിക് ഇക്കണോമിക് പ്രോബ്ലത്തിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കണമെന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തീരുമാനിച്ചു. വാട്ട് ടു പ്രൊഡ്യൂസ് നമ്മൾ തീരുമാനിച്ചു. ഇന്ന ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യണം, അത് ഇത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, അതിന് എത്ര ഫാക്ടറി സ്ഥാപിക്കണം, അതിന് അവിടെ എത്ര യൂണിറ്റ് ഓരോ ഫാക്ടറിയിൽ നിന്നും പുറത്തിറക്കണം. നമ്മളെല്ലാം തീരുമാനിച്ചു വെച്ചു വാട്ട് ടു പ്രൊഡ്യൂസ്. ഇനി രണ്ടാമത്തെ ബേസിക് ഇക്കണോമിക് പ്രോബ്ലത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ, ഹൗ ടു പ്രൊഡ്യൂസ് ഈസ് എ പ്രോബ്ലം റിലേറ്റഡ് ടു ദ ചോയ്സ് ഓഫ് ടെക്നോളജി. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് വരേണ്ട കാര്യമാണ് ടെക്നോളജി. ഏത് ടെക്നോളജി ഉപയോഗിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അമേരിക്ക തീരുമാനിക്കുന്ന ടെക്നോളജി അല്ല ഇന്ത്യയുടെ ടെക്നോളജി. ഇന്ത്യ തീരുമാനിക്കുന്ന ടെക്നോളജി അല്ല ജപ്പാൻ്റെ അല്ലെങ്കിൽ ചൈനയുടെ. ഓരോ രാജ്യവും പ്രൊഡക്ഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഏത് ടെക്നോളജി ഉപയോഗിക്കണം. വാട്ട് ടെക്നോളജി ടു ബി യൂസ് ഡിപ്പെൻഡ് ഓൺ ദ റിസോഴ്സ് അവൈലബിൾ ഇൻ ദാറ്റ് റീജിയൻ. ആ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് ആകാം, നാച്ചുറൽ റിസോഴ്സ് ആകാം, മിനറൽ റിസോഴ്സ് ആകാം. ആ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്. ഇപ്പോൾ അമേരിക്ക ആ രാജ്യത്ത് ഹ്യൂമൻ റിസോഴ്സ് കുറവാണ്. അപ്പോൾ അവരുടെ ടെക്നോളജിയും ഇന്ത്യ എന്ന രാജ്യത്തെ ഹ്യൂമൻ റിസോഴ്സ് വളരെ എബണ്ടൻ്റ് ആണ്, ഇഷ്ടം പോലെയുണ്ട് ഹ്യൂമൻ റിസോഴ്സ്. 145 കോടിയാണ് നമ്മുടെ ജനസംഖ്യ അല്ലേ. അപ്പോൾ ഇത്രയും ജനസംഖ്യ ഉള്ളപ്പോൾ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ടെക്നോളജിയും ഒരുപോലെ ഇരിക്കുമോ? നോ, ടെക്നോളജി മാറും. സോ വാട്ട് ടെക്നോളജി ഈസ് ടു ബി യൂസ് ഡിപ്പെൻഡ് ഓൺ ദ റിസോഴ്സ് അവൈലബിൾ ഇൻ ദാറ്റ് റീജിയൻ. ഓക്കെ, ആ രാജ്യത്തിൻ്റെ റിസോഴ്സിനെ നോക്കിയിട്ട് വേണം ടെക്നോളജി തീരുമാനിക്കാൻ. എ കൺട്രി ക്യാൻ യൂസ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. അപ്പോൾ ഏത് രാജ്യത്തിനും ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതിൻ്റെ ആൻസറിൽ, രണ്ട് ചോദ്യത്തിൻ്റെ ആൻസറിൽ ഒന്നെടുത്താൽ മതി. ഒരു ചോയ്സ് അല്ലേ, ഇറ്റ് ഈസ് എ ചോയ്സ് ഓഫ് ടെക്നോളജി. എന്താണ് ആ രണ്ട് ക്വസ്റ്റ്യൻ? ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് വേണോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് വേണോ? സോ ദർ ആർ 2 choices ഫോർ ഈച്ച് ആൻഡ് എവറി കൺട്രി: ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. ഈ രണ്ടെണ്ണത്തിൽ ഏത് വേണം? പേര് സൂചിപ്പിക്കുന്ന പോലെ ഒന്നിനകത്ത് ആർക്കാണ് ഇമ്പോർട്ടൻസ്? ലേബർ. രണ്ടാമത്തേനകത്ത് ആർക്കാണ്, എന്തിനാണ് ഇമ്പോർട്ടൻസ്? ക്യാപിറ്റൽ. ക്യാപിറ്റൽ മീൻസ് മണി ആൻഡ് അതർ റിസോഴ്സസ്. ലേബർ മീൻസ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് കൂടുതൽ ഉപയോഗിക്കണോ, ക്യാപിറ്റൽ റിസോഴ്സ് കൂടുതൽ ഉപയോഗിക്കണോ? പണം കൂടുതൽ ഉപയോഗിക്കണോ, ഹ്യൂമൻ ബീങ്സിനെ ഉപയോഗിക്കണോ? അതാണ് ചോയ്സ്. ഈ ചോയ്സ് ഒന്ന് ചൂസ് ചെയ്യുക. അതാണ് ഹൗ ടു പ്രൊഡ്യൂസ്. അപ്പോൾ അമേരിക്കയും ഇന്ത്യയും
ജപ്പാനും ചൈനയും എല്ലാ രാജ്യങ്ങളും ഈ 2 ചോയ്സിൽ ഒരെണ്ണം എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ബേസിക് ഇക്കണോമിക് പ്രോബ്ലം 3 വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ടു പ്രൊഡ്യൂസ്. അതിനകത്ത് എന്തൊക്കെയാണ്? നമ്മുടെ നീഡ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, അതുപോലെ തന്നെ അതിന് എത്ര ക്വാണ്ടിറ്റി അല്ലേ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നോക്കുന്നു, എത്ര ഫാക്ടറി സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുന്നു, അതിന് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഇറക്കണമെന്നും തീരുമാനിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഹൗ ടു പ്രൊഡ്യൂസ്. അവിടെ ഒരു ചോയ്സ് ഉണ്ടാകുന്നു. 2 ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യണം, ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി പഠിക്കാം. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്? പ്രൊഡക്ഷൻ ഇൻവോൾവിംഗ് മോർ ലേബറേഴ്സ്. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രൊഡക്ഷനിൽ കൂടുതൽ ലേബറേഴ്സിനെ ഉപയോഗിക്കുന്നു. ലോ ലെവൽ ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ. ലോ ലെവലിലാണ് നമ്മളെ മണി ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ മീൻസ് മണി. ലോ ലെവൽ മണി യൂട്ടിലൈസേഷൻ, കുറച്ച് പണം മതി, കൂടുതൽ ലേബറേഴ്സിനെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക. എ പ്രൊഡക്ഷൻ മെത്തേഡ് ദാറ്റ് റിക്വേഴ്സ് മോർ ടൈം. ഇങ്ങനത്തെ ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ മോർ ടൈം ആവശ്യമുണ്ട്. പ്രൊഡക്ഷൻ ഉണ്ടായി വരണമെങ്കിൽ സമയമെടുക്കും. കാരണം ലേബറേഴ്സ് അല്ലേ എല്ലാം ചെയ്യുന്നത്. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഞാനൊന്നും പറയാം, നമ്മളൊരു മരം മുറിക്കുന്നു അല്ലേ. മരം മുറിക്കണമെങ്കിൽ നമുക്ക് 2 ഉപയോഗിക്കാം. ഒരു ആക്സ് ഉപയോഗിച്ച് ലേബറേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവർ ആ ആക്സ് കൊണ്ട് വെട്ടി ആ മരം മറിച്ചിടുന്നു, സമയമെടുക്കും. എന്നാൽ നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ എന്താണ് ഉപയോഗിക്കുക? നമ്മൾ അവിടെ ഒരു മെഷീൻ ഉപയോഗിക്കുന്നു. മെഷീൻ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് അത് കട്ട് ചെയ്തിടാം. അപ്പോൾ എത്ര ലേബറേഴ്സ് മതി? വെട്ടിയിടാനായിട്ട് 5 പേരെയാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തെങ്കിൽ ഒരാൾ മതി. അതാണ്, ഇത് ടൈം എടുക്കും. ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് റിക്വേഴ്സ് മോർ ടൈം. എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ മെത്തേഡ്. ലേബറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എക്കോ ഫ്രണ്ട്ലി ആണ്. അവിടെ പൊല്യൂഷൻ ഇല്ല, പൊല്യൂഷൻ കുറവാണ്. നമ്മൾ മെഷീൻസ് ഉപയോഗിക്കുന്നില്ല, നമ്മൾ വെഹിക്കിൾസ് ഉപയോഗിക്കുന്നില്ല, എല്ലാം ലേബറേഴ്സ് ആണ് ചെയ്യുക. സോ എക്കോ ഫ്രണ്ട്ലി. ദെൻ ലിമിറ്റഡ് യൂസ് ഓഫ് ടെക്നോളജി. ടെക്നോളജി വളരെ കുറവേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ഹാൻഡ് കൊണ്ട് ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുക. അതാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? മോർ ലേബറേഴ്സ് വരുന്നു, ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ വളരെ കുറവായിരിക്കും, അതിന് കൂടുതൽ ടൈം എടുക്കുന്നു, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും, അതുപോലെ തന്നെ ടെക്നോളജി വളരെ ലിമിറ്റഡ് ആയിരിക്കും, മെഷീൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ലേബറേഴ്സ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, ഇതൊരു ഓൾഡ് ഫാഷനാണ്, ഇതൊരു പഴയ രീതിയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പോലും അത്ര സ്ട്രിക്റ്റായിട്ട് നമ്മൾ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. നമ്മളൊക്കെ ഇപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അത് നേരത്തെ തന്നെ അവർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കിലേക്ക് മാറി. ഇന്ത്യയൊക്കെ കുറച്ച് ഈ അടുത്ത കാലം വരെയും ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കായിരുന്നു. പക്ഷേ ഇന്ത്യ പോലുള്ള അണ്ടർ ഡെവലപ്ഡ് നേഷൻസും ഇപ്പോൾ എന്തിലേക്ക് മാറുകയാണ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കിലേക്ക് മാറുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്? ലെസ് ഡിമാൻഡ് ഫോർ ലേബറേഴ്സ്. ലേബറേഴ്സ് കുറവ് മതി. വി നീഡ് ലെസ് ലേബറേഴ്സ്. യൂട്ടിലൈസ് മോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ടെക്നോളജി, മെഷീൻസ്, ടെക്നിക്സ്, അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. യൂട്ടിലൈസേഷൻ ഓഫ് മോർ ക്യാപിറ്റൽ. എൻഷുവേഴ്സ് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, മോർ പ്രൊഡക്ടിവിറ്റി. മെഷീൻ കൈ ഉപയോഗിച്ച് ഒരു സാരി നിർമ്മിക്കണമെങ്കിൽ എത്ര കാലം വേണം? ഹാൻഡ്ലൂം ഉപയോഗിച്ച് കൈ ഉപയോഗിച്ച് 3 മാസം 6 മാസം എടുക്കും ഒരു സാരി നെയ്ത് വരുമ്പോൾ, കൈ കൊണ്ട് നെയ്യുമ്പോൾ. എന്നാൽ അത് പവർ ലൂമിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു മെഷീനിൽ നിന്നും 1000കണക്കിന് സാരികൾ ഉൽപ്പാദിപ്പിക്കാം. സോ എൻഷുവേഴ്സ് പ്രൊഡക്ടിവിറ്റി, മോർ പ്രൊഡക്ടിവിറ്റി. ദെൻ ഡിപ്പെൻഡ് മോർ ഓൺ ടെക്നോളജി. ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത് ഉപയോഗിക്കുക അല്ലേ. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മോർ മീൻസ് ദേ യൂസ് മോർ ടെക്നോളജി, മോർ മെഷീൻസ്. ലെസ് ടൈം ഫോർ പ്രൊഡക്ഷൻ. ലെസ് ടൈം മതി, മറ്റേത് മോർ ടൈം. ഇതിൻ്റെ ഒരു വ്യത്യാസം കൂടെ പഠിച്ചോണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി ആൻഡ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി? അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഒരു കമ്പാരിസൺ, അതിനെ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ 2 എഴുതുക. നമുക്ക് നല്ല മാർക്ക് കിട്ടും. 5 മാർക്ക് വരെ അവിടെ നമുക്ക് കിട്ടും. ഒന്നിനകത്ത് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് രണ്ടാമത്തത്. ലേബർ ഇൻറ്റൻസീവിൽ ലേബറേഴ്സ് കൂടുതൽ, ക്യാപിറ്റൽ ഇൻറ്റൻസീവിൽ ലേബറേഴ്സ് കുറവ്. ലേബർ ഇൻറ്റൻസീവിൽ ക്യാപിറ്റൽ കുറവ് ഉപയോഗിക്കുന്നു, ക്യാപിറ്റൽ ഇൻറ്റൻസീവിൽ ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിക്കുന്നു.